ഹൈറേഞ്ചിലെ ഒരു സാധാ കർഷക കുടുംബത്തിലാണ് പെപ്പർ തെക്കൻ എന്ന അത്ഭുത ഇനം കുരുമുളകിന്റെ ജനനം. ഇടുക്കിയിലെ കാഞ്ചിയാറിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ അഞ്ചുരുളിക്ക് സമീപമാണ് തെക്കേൽ വീട്ടിലെ ടി തോമസ് എന്ന കർഷകന്റെ 4 ഏക്കറോളം വരുന്ന ഉദ്യാനം. സഖ്യമലനിരകളിലെ കുന്നിൻ ചെരുവിൽ ഉദയകിരണങ്ങൾ ഓമനിച്ചു വളർത്തുന്ന പെപ്പർ തെക്കൻ ഇന്ന് രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിക്കഴിഞ്ഞു. പെപ്പർ തെക്കനെക്കുറിച്ച് കർഷകൻ തോമസ് തന്നെ പറയും. ഇത് ഉൽപ്പാദിപ്പിച്ചെടുത്തെന്ന് പറഞ്ഞാൽ ഇതൊരു കണ്ടെത്തലാണ്. ഞങ്ങൾ വനത്തിൽ നിന്ന് കണ്ടെടുത്ത് വികസിപ്പിച്ചെടുത്ത് ഗ്രാഫ്റ്റിംഗ് ഉണ്ടായത് ഇങ്ങനെ പല രീതിയിലായിട്ട് വർഷങ്ങളായിട്ട് ഇത് വികസിപ്പിച്ചെടുത്ത് ഇപ്പോൾ അതൊരു പൂർണ്ണ രൂപത്തിൽ വന്നിരിക്കുന്നതാണ്. ഇത് ലോകമെമ്പാടും ഒരു അത്ഭുതമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇതൊരു പൂത്ത് കായ്ക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ വലിയ അത്ഭുതം പോലെ തോന്നുന്നുണ്ട്. ഇന്ത്യയിൽ 1 ഹെക്ടർ സ്ഥലത്ത് ശരാശരി 400 കിലോ കുരുമുളകാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വിയറ്റ്നാമിൽ ഇത് 7000 കിലോ വരെയാണ് കണക്ക്. എന്നാൽ പെപ്പർ തെക്കൻ 1 ഹെക്ടർ സ്ഥലത്ത് 8600 കിലോ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. എൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്നത് മറ്റ് നമ്മൾ സാധാരണ കൂടിയൊക്കെ ഇട്ട് ഒരു 10 ഇരട്ടി കൂടുതൽ ഉൽപ്പാദനം. അതായത് ഇന്ത്യയിലെ ശരാശരി ഉൽപ്പാദനം ഹെക്ടറിന് 400 കിലോഗ്രാമാണെങ്കിൽ നമ്മുടെ ഈ പെപ്പർ തെക്കൻ എന്ന് പറയുന്ന കുരുമുളക് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ 8600 കിലോ വരെ ഉൽപ്പാദനം ഉണ്ടാകുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം വിയറ്റ്നാമിലൊക്കെയാണ്. നമ്മുടെ ഹെക്ടറിന് 7000 കിലോ വരെ ഉള്ളൂ. അതിൽ കവറിഞ്ഞാണ് നമ്മുടെ ഈ പുതിയ കുരുമുളകിൻ്റെ ഉൽപ്പാദനം തന്നെ നിൽക്കുന്നത്. ഒരു ചെടിയിൽ നിന്ന് 15 കിലോയോളം ഉണക്ക കുരുമുളക് പെപ്പർ തെക്കൻ നൽകും. പഞ്ചഗവ്യം മാത്രമാണ് വളമായി നൽകുന്നത്. തോമസിന്റെ കൃഷിരീതിക്കുമുണ്ട് ഏറെ പ്രത്യേകത. ഇപ്പോൾ ഇതിന് രാസവളങ്ങളൊന്നും ചെയ്യുന്നില്ല. ചാണകപ്പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മൂട്ടിലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ പോലും ഇത് വലിച്ചെടുത്ത് ഇല പാകം ചെയ്ത് കൊടുക്കാനുള്ളൊരു അന്തരീക്ഷമല്ല. എന്ന് പറഞ്ഞാൽ മഴയൊക്കെ കുറവായുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പഞ്ചഗവ്യം പാലക്കാട് ജൈവകൃഷി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇലയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇത് പൂത്ത് കായ്ക്കും. ഇപ്പോൾ വളർച്ച അതുപോലെയാണ്. സാധാരണ കൂടിയൊക്കെ കൃഷി ചെയ്താൽ 4-ാം വർഷവും 3-ാം വർഷമൊക്കെ കായ്ക്കുന്നു പറഞ്ഞാൽ ഇത് 1 കൊല്ലം ആകുമ്പോഴത്തേന് ഇങ്ങനെ കൃഷി ചെയ്താൽ കായ്ക്കുന്നുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുനിന്നു പോലും നിരവധി കർഷകരാണ് പെപ്പർ തെക്കൻ അന്വേഷിച്ച് കാഞ്ചിയാറിലേക്ക് എത്തുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരും കൃഷിശാസ്ത്രജ്ഞരും ഉൾപ്പെടെ ഈ അത്ഭുതത്തെ കാണുവാനും പഠിക്കുവാനും ഇവിടെ എത്തും. കൃഷി കാണാനായി എത്തുന്നവർക്കായി 2 സെന്റിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മീൻകുളവും ഇവിടെയുണ്ട്. കൃഷിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഈ കർഷകനെ തേടി 2012 രാഷ്ട്രപതിയുടെ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ ഒരു വിപ്ലവമാണ് പെപ്പർ തെക്കൻ. എന്നാൽ സർക്കാർ തലത്തിൽ ഈ ചെടിയെ പരിപോഷിപ്പിക്കുന്നതിനും സംസ്ഥാനത്ത് കൃഷി വ്യാപിപ്പിക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കാത്തത് ഈ കർഷകനെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. നിതിൻ ഷാജിക്കൊപ്പം റോസൻ പി ജോൺ, ഇടുക്കി വിഷൻ ന്യൂസ്.